ഞങ്ങളുടെ വീട്ടിൽ കോഴി, നായ, പൂച്ച എല്ലാവരും പരസ്പര സ്നേഹത്തിലാണ്. ഓരോ സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. നായ പൂച്ചനെ കണ്ടാൽ പിന്നെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ നായ, കോഴി, പൂച്ച കണ്ടില്ല, തൊട്ടടുത്ത് നിന്നാൽ അതൊന്നും ചെയ്യില്ല. അതിനറിയാം നമ്മുടെ വീട്ടിലൊരു അംഗമാണെന്നുള്ളത്. നായയുടെ ആഹാരം കഴിക്കുന്നു. ഞാൻ തനിയെ കൊടുത്തതാണ്. എന്നാലും കണ്ടില്ലേ, കോഴിക്കൂടുണ്ട്. പിന്നെ ഞങ്ങൾ വെളിയിൽ വിട്ട് അത് വല്ലതും പിടിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ഈവനിങ് ടൈമിലാണ് കുറച്ച് നേരം വിടും. എന്നിട്ട് പിന്നെയും കൂട്ടിലടയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വെപ്രാളമായിരുന്നു ഇത്ര നേരം കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പം ഞാനിപ്പോൾ തുറന്ന് വിട്ടതാണ്. കണ്ടില്ലേ പൂച്ചക്കുട്ടിയും നായ തൊട്ടടുത്ത് നിന്നാലും ഒന്നും ചെയ്യില്ല. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. ബ്ലൈറ്റ്ലി കം ഹിയർ. ബ്ലൈറ്റ്ലി, റാണി എന്ന് പറയുമ്പോൾ നോക്കുന്നുണ്ട്. കണ്ടില്ലേ, റാണി ഇവിടെ. റാണി വാ, റാണി ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതിന് റാണി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരാണെന്ന് അതിന് എപ്പോഴും മനസ്സിലാവുന്ന നോക്കിക്കോളൂ കേട്ടോ. റാണി ഇവിടെ നോക്ക്. റാണി ഭയങ്കര തിരക്കിലാണ്. ഞങ്ങളുടെ പൂച്ചക്കുട്ടിൻ്റെ പേര് ബ്ലൈറ്റ്ലി എന്നാണ് കേട്ടോ. ബ്ലൈറ്റ്ലി എന്നാണ് പേര്. ബ്ലൈറ്റ്ലി കം ഹിയർ. ഇതിപ്പോൾ സമയം ഈവനിങ് 6 o'clock ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ കോഴിനെ ഒരു 2 മിനിറ്റ് ആയിട്ടോ വിട്ടിട്ട്. ഫുൾ അതിന് വിട്ടാൽ ആരെങ്കിലും ഒരാൾ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ വല്ലതൊക്കെ പിടിച്ചിട്ട് പോകും. കണ്ടില്ലേ, 4 പേരുണ്ട് ഞങ്ങളുടെ അവിടെ. താറാവ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. 2 വാങ്ങിച്ചു. അത് പോക്കാനോ വല്ലതും പിടിച്ചിട്ട് പോയി. പിന്നെ അതിനുശേഷം 2 വാങ്ങിച്ചു. അതും പോയപ്പോൾ ഞങ്ങളതിന് വാങ്ങാറില്ല. കുറേ കോഴികളൊക്കെ വാങ്ങിയൊക്കെ പോയിട്ടോ. അപ്പോൾ ആകെ 4 ഉണ്ട്. ബ്ലൈറ്റ്ലി കം ഹിയർ. റാണി ഞങ്ങളുടെ ബ്ലൈറ്റ്ലി വന്നു കേട്ടോ. ബ്ലൈറ്റ്ലി ശരിക്കും ഞങ്ങളുടെ ബെഡിലൊക്കെ ഉണ്ടോ ഉറക്കം. അതിന് സുഖമായി കമ്പിളിയൊക്കെ ഇട്ട് കൊടുത്താൽ അത് നന്നായി ഉറങ്ങും. വാ ബ്ലൈറ്റ്ലി വാ. റാണി എവിടെ? റാണി പോയി തോന്നുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലെ പൂച്ചെടികളാണ് കേട്ടോ. പലതരം ചെറിയ ഓരോ ഡിസൈൻ ഉണ്ട്. ഒരു ചെണ്ടുമല്ലിയാണ്. ഇത് ചെണ്ടുമല്ലിയാണ് കേട്ടോ. ചെണ്ടുമല്ലിപ്പൂവാണ്. ഞങ്ങളത് ഇങ്ങനെ തൊട്ടിയിൽ വളർത്തുന്നു.
ഇത് എന്താണ്? രാമതുളസി. ഇത് കദംബം. കദംബം ഉണ്ട്. അതിലെപ്പോഴും 1-2 പൂ വരാറുണ്ട് എപ്പോഴും, ഓരോ വർഷം. പലതരത്തിലുള്ള പൂച്ചെടികളുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. ഇത് ചീരയാണ്, ഒരു ചീര വളർന്നിരിക്കുന്ന ചെടിയിൽ, പൂച്ചട്ടിയിൽ. ഇത് നിത്യകല്യാണിയോ, വെള്ള കളറുണ്ട്, വൈറ്റും ഉണ്ട്, ഈ റോസും ഉണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക തരം ചീരയാണ് കേട്ടോ. ചീര ഇത് ആക്ച്വലി തമിഴ്നാട്ടിലാണ്, തിരുനെൽവേലിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വെച്ചതാണ്. ഒരിക്കൽ വെച്ചപ്പോൾ നിറയെ പടർന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കറി വെക്കാറുണ്ട്. ഇതൊരു ചീരൻ്റെ ഒരു പൂ. ഇതൊരു പൂവാട്ടോ. ഇത് ഞങ്ങളുടെ കണ്ടിട്ടൊരു പൂച്ചട്ടിയിലുള്ളതാണേ. പിന്നെ ഇത് ഞങ്ങൾ മീൻ വളർത്തുന്നുണ്ട്. ഇതൊരു 4 മീൻ അതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അതിൽ ഞങ്ങൾ ഈ പായൽ ഇതൊക്കെ ഇട്ടിട്ട് ഇതിലാണ് വളർത്തുന്നത്. ഓക്കെ.